നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പുതിയ വിവാദങ്ങൾ. കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന മകന്റെ ആരോപണം തള്ളി സുരേഷ് ഗോപി. ടൊവിനോ എതിർപ്പറിയിച്ചതോടെ ചിത്രം പിൻവലിച്ച് VS സുനിൽകുമാർ. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ UDF. ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. നടപടി വീട്ടിൽ മോഷണം നടന്നെന്ന മോൺസന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് തേടി കോടതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ പരിഹാരം. കുടിശ്ശിക ഉടൻ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിതരണക്കാർ. 1 കോടി രൂപ ഇന്ന് തന്നെ അനുവദിക്കും. മരുന്ന് വിതരണം ഉടൻ തുടങ്ങും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചില രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുണ്ടെന്നും നോട്ടീസ് അയക്കേണ്ടെന്നും ED. കാട്ടുകൊമ്പൻ പടയപ്പയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയൊരു ടീമിനെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ടീമിനെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അത് അക്രമകാരി ആയിരുന്നില്ല, ഇപ്പോഴത് അക്രമകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യനെ കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൊമ്പനെ കാട് കയറ്റുകയാണ് ലക്ഷ്യം. വന്യജീവി ആക്രമണം നേരിടുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് CMP ഹൈക്കോടതി.